ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്, ഈ എക്സാമിന് വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ലൈവായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ സോണും പോസ്റ്റും അനാലിസിസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. ആ വീഡിയോ നിങ്ങൾ കാണാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എവിടെയാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്, ഏത് RRBയിൽ ഞാൻ അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ആപ്ലിക്കേഷൻ ലാസ്റ്റ് മിനിറ്റിലേക്ക് നിങ്ങൾ മാറ്റി വെക്കരുത്, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ നമ്മൾ ആദ്യം എല്ലാവർക്കും അറിയുന്നതാണ്, ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു RRBൻ്റെ സൈറ്റിൽ കയറുക. ഓക്കെ, ഏതെങ്കിലും ഒരു RRBൻ്റെ സൈറ്റിൽ കയറുക, അല്ലെങ്കിൽ rrbapply.gov.in എന്ന വെബ്സൈറ്റിൽ കയറാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു RRBൻ്റെ സൈറ്റിൽ കയറാം. ഓക്കെ, ഇവിടെ ഞാൻ RRB ചെന്നൈൻ്റെ സൈറ്റിൽ കയറി. എന്നിട്ട് ചെന്നൈൻ്റെ സൈറ്റിൽ കയറുന്നു. ഇവിടെ നോക്കിയേ, കാറ്റഗറി നമ്പർ എന്താ 06-2025, അതാണ് നമ്മുടെ NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൻ്റെ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ക്ലിക്ക് ഹിയർ അപ്ലൈ ഓൺലൈൻ, അവിടെ ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ എന്താ rrbapply.gov.in എന്നുള്ള എന്താ നമ്മുടെ സൈറ്റിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി റെയിൽവേൻ്റെ ഏതെങ്കിലും എക്സാം എഴുതിയ ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി എന്താ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. അത് കംപ്ലീറ്റ് ആക്കാത്തവർ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ അത് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അവിടെ എന്താ നിങ്ങളുടെ നെയിം കൊടുക്കണം, നിങ്ങളുടെ ഇമെയിൽ ID, ഫോൺ നമ്പർ അതൊക്കെ കൊടുക്കുക, ആധാർ നമ്പർ അതൊക്കെ കൊടുത്തിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതാണ് വൺ ടൈം രജിസ്ട്രേഷൻ. അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി എക്സാം എഴുതിയവരാണെങ്കിൽ എന്താ നിങ്ങൾക്ക് ഓൾറെഡി OTR വൺ ടൈം രജിസ്ട്രേഷനുള്ള ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കും. അതില്ലാത്തവർ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ കാണാം, എന്നിട്ട് ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാം. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എന്താ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മളിപ്പോൾ പറഞ്ഞ സൈറ്റിലെത്തി, അവിടെ നോക്കിയാൽ ഇവിടെ ആപ്ലിക്കേഷൻ എന്താ കാറ്റഗറി നമ്പർ എന്താ 06-2025, അതാണ് നമ്മുടെ എന്താ NTPC ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് അപ്ലൈ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിയർ, അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക. ലോഗിൻ വിത്ത് ആധാർ ഉണ്ട്, ലോഗിൻ വിത്ത് RRB അക്കൗണ്ട് ക്രെഡൻഷ്യൽ. അപ്പം RRB നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, അതിൽ നിങ്ങൾ പാസ്വേഡും എന്താ ലോഗിൻ ID യും പാസ്വേഡൊക്കെ കൊടുത്തു. അപ്പം അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്താ അക്കൗണ്ട് ക്രെഡൻഷ്യൽ വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്താ മൊബൈൽ നമ്പറും പിന്നെ എന്താ അക്കൗണ്ട് ക്രെഡൻഷ്യൽ, ഓക്കെ, അതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഇനി അതല്ല, അറിയാത്തവരാണെങ്കിൽ എന്താ ലോഗിൻ വിത്ത് ആധാർ കൊടുക്കുക. ക്ലിയർ, ലോഗിൻ വിത്ത് ആധാർ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. ക്ലിയർ, ഓക്കെ. അപ്പോൾ ഞാൻ ഫോൺ നമ്പർ കൊടുത്തു. അതിനുശേഷം എന്താ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഐ ഹിയർ ബൈ ഓതറൈസ് റെയിൽവേ ടു എന്താ ഹാവ് നോ ഒബ്ജക്ഷൻ റിസീവിങ് എന്താ ഡീറ്റെയിൽസ് സച്ച് ആസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഈ വിൻഡോയിൽ ഈ ഓപ്ഷനിൽ നമ്മൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം ജനറേറ്റ് ആധാർ OTP ക്ലിക്ക് ചെയ്യുക. ക്ലിയർ, ജനറേറ്റ് ആധാർ OTP. അപ്പോൾ നമ്മൾ എന്താ നമ്മുടെ ഫോൺ നമ്പറിലേക്ക്, നമ്മൾ ഓൾറെഡി ആധാർ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലെ ആധാറുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിലേക്ക് എന്ത് ചെയ്യും, OTP വരും. ക്ലിയർ, അപ്പോൾ OTP വന്നിട്ടുണ്ടാവും. അതിവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ, എന്നിട്ട് ഐ ആം നോട്ട് എ റോബോട്ട് അതും ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ചെയ്യുക. നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, ഇവിടെ കണ്ടോ ഇതുപോലത്തെ ജനറൽ ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജനറൽ ഇൻസ്ട്രക്ഷനിൽ എന്താ നോക്കിയേ, 13 റീജിയണൽ ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. എന്താ പ്ലസ് ഹിന്ദി, ഇംഗ്ലീഷ്. റീജിയണൽ ലാംഗ്വേജ് 13 ഉണ്ട്, ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ചെയ്യാം. ക്ലിയർ, അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പോവാം. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, നിങ്ങൾ ഓൾറെഡി OTR കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതിൽ ചിലപ്പോൾ എന്താ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മാറ്റിയിട്ടുണ്ടാവും. അതായത് നേരത്തെ തെറ്റായ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുത്തു, തെറ്റായ മെയിൽ ID എന്തെങ്കിലും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അവിടെ മോഡിഫിക്കേഷൻ വേണമെങ്കിൽ ഇവിടെ മോഡിഫൈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുക. സോ എന്താ പേഴ്സണൽ ഇൻഫർമേഷൻ, അതായത് നിങ്ങൾ പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ കോൺടാക്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ രണ്ടിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ഇവിടെ പോയിട്ട് ചേഞ്ച് വരുത്താം. ക്ലിയർ, പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ OTR രജിസ്റ്റർ ചെയ്തു, എന്നിട്ട് നമ്മൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്തു. പിന്നെ ഈ എക്സാമിന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് OTRലുള്ള ഡീറ്റെയിൽസ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ഈ OTRലുള്ള ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ, അപ്പോൾ എക്സാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ OTRൽ ചേഞ്ച് ചെയ്താൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ പേഴ്സണൽ ഇൻഫർമേഷൻ അതുപോലെ കോൺടാക്ട് ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ ചേഞ്ച് വരുത്താം.
മോഡിഫൈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസിൽ പോയിട്ട് നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് വേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷനിൽ പോവുക. അപ്പോൾ ഇവിടെ നോക്കിയേ എന്താ കാറ്റഗറി നമ്പർ 06/2025 ഫോർ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റ് ആണ്, NTPC ഗ്രാജുവേറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓപ്പണിംഗ് ഡേറ്റ് 21/10 ക്ലോസിംഗ് ഡേറ്റ് November 20 എന്നിട്ട് ആദ്യം നമ്മൾ എന്താ ഇവിടെ നമ്മൾ RRB നമ്മൾ ഓൾറെഡി ആ വീഡിയോ നിങ്ങൾ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞേ. എന്നിട്ട് ഏത് RRBയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം, ഒരുപാട് RRB ഉണ്ടല്ലോ, ഏത് RRBയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഏത് സ്റ്റേഷൻ മാസ്റ്റർ ചില സ്ഥലത്ത് കുറവായിരിക്കാം, ചില സ്ഥലത്ത് കൂടുതലായിരിക്കാം, ചില സ്ഥലത്ത് പോസ്റ്റ് കുറവായിരിക്കാം, കൂടുതലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ തന്നെ നിൽക്കണം, അപ്പോൾ ട്രിവാൻഡ്രത്ത് കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക, നമ്മളെ വീഡിയോ കാണാൻ, നമ്മൾ ചെയ്ത വീഡിയോ കാണാം, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഏത് RRBയിൽ ഞാൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക ഏത് RRB അപ്ലൈ ചെയ്യണം, ഏതെങ്കിലും ഒരു RRB സെലക്ട് ചെയ്യാം. അതിനുശേഷം എന്താ ഐ ആം നോട്ട് കറന്റ്ലി ഡീബാർഡ് ബൈ RRB. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യാം. പിന്നെ എന്താ ഇത് കൺഫേം ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ്. സോ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഉള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ആദ്യം എന്താ കൺട്രി ഓഫ് നാഷണാലിറ്റി ഉണ്ടാവും, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, പിന്നെന്താ നമ്മുടെ നെയിം ഉണ്ടാവും, ഫാദേഴ്സ് നെയിം ഉണ്ടാവും, മദേഴ്സ് നെയിം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഉണ്ടാവും. പിന്നെന്താ പിന്നെ നമ്മൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ അത് കൊടുക്കുക. ഓക്കെ, മാരീഡ് ആണോ അൺമാരീഡ് ആണോ കൊടുക്കുക. പിന്നെ നമ്മുടെ റിലീജിയൻ കൊടുക്കുക, മദർ ടങ് കൊടുക്കുക, മദർ ടങ് മലയാളം ആയിരിക്കില്ലേ അത് കൊടുക്കുക. പിന്നെ ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഓഫ് എക്സാമിനേഷൻ. അപ്പോൾ ഏതാ നിങ്ങൾ നോക്കിയാൽ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താ 13 റീജിയണൽ ലാംഗ്വേജിൽ ഉണ്ടാവും, പ്ലസ് ഹിന്ദി ഇംഗ്ലീഷ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് കൊടുത്താൽ എന്താ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇംഗ്ലീഷിൽ മാത്രം കാണും. ഇനി നിങ്ങൾ മലയാളം കൊടുത്താൽ നിങ്ങൾക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ കാണും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മലയാളം വായിച്ചിട്ട് ചിലപ്പോൾ എന്താ ചില ക്വസ്റ്റ്യൻസിൻ്റെ മലയാളം നിങ്ങൾക്ക് കറക്റ്റായി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അവിടെ എന്തായി അതിന് മുകളിൽ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള, അതായത് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിലും കൂടെ കാണാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇംഗ്ലീഷ് കൊടുത്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമേ കാണാൻ പറ്റൂ. മലയാളം കൊടുത്താൽ ആദ്യം മലയാളത്തിൽ കാണും, പിന്നെ ഇംഗ്ലീഷിലേക്ക് വേണമെങ്കിൽ മാറ്റാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഓരോ ക്വസ്റ്റ്യനും ഇങ്ങനെ മലയാളം ഇംഗ്ലീഷ് ഇങ്ങനെ മാറ്റുമ്പോൾ ടൈം കുറേ പോകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് ഏത് ലാംഗ്വേജ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഐഡന്റിഫിക്കേഷൻ മാർക്ക്, നിങ്ങൾക്ക് എല്ലാം ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടാവില്ലേ, എവിടെയെങ്കിലും ചെറിയ മറകൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ 2 മാർക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, എന്താ എ ബ്ലാക്ക് മോൾ ഓൺ ദ അപ്പർ റൈറ്റ് ചീക്ക്, അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2 ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കമ്മ്യൂണിറ്റി ഏതാണെന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ കമ്മ്യൂണിറ്റി നോക്കിയാൽ നിങ്ങൾക്ക് ഏത് കമ്മ്യൂണിറ്റി വേണമെങ്കിൽ, അതായത് നിങ്ങളുള്ള കമ്മ്യൂണിറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ SC കൊടുത്തു എന്ന് വിചാരിക്കാം. SC കൊടുത്താൽ നോക്കിയേ ഓൺലി ദോസ് കമ്മ്യൂണിറ്റി വിച്ച് ആർ റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ആ കമ്മ്യൂണിറ്റി സെൻട്രൽ ഗവൺമെന്റ് ഏത് കമ്മ്യൂണിറ്റിയാണ് SC എന്ന് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമേ ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. സോ ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ എഗ്രി എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതാ നിങ്ങൾ എടുത്തിട്ടില്ല നെയിം ഓഫ് കാസ്റ്റ് കൊടുക്കുക. നിങ്ങൾ കാസ്റ്റിന്റെ നെയിം ഏതാണ്, SCയിൽ ഏത് കാസ്റ്റ് ആണ് നിങ്ങളുള്ളത് ആ കാസ്റ്റിന്റെ നെയിം കൊടുക്കുക. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പർ കൊടുക്കുക. അത് ഇഷ്യൂ ചെയ്ത അതോറിറ്റീന്റെ നെയിം കൊടുക്കുക. ആരാണ് ഇഷ്യൂ ചെയ്തത് ആ അതോറിറ്റി കൊടുക്കുക. അപ്പോൾ തഹസിൽദാർ ആണെങ്കിൽ, അതായത് നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്നൊന്നും ഇത് കിട്ടില്ല. അതായത് എന്താ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണ് എഴുതുന്നത്, അപ്പോൾ അതിനുള്ള അതോറിറ്റിയിൽ നിന്ന് കൊടുക്കുക. ഓക്കെ, താലൂക്ക് മജിസ്ട്രേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആരാണ് ഇഷ്യൂ ചെയ്തത് അത് കൊടുക്കുക. പിന്നെന്താ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഡേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കുക. പിന്നെന്താ ഡു യു വിഷ് ടു അവൈൽ ഫ്രീ റെയിൽ ട്രാവൽ പാസ് ഫോർ എക്സാമിനേഷൻ. അപ്പോൾ SC കമ്മ്യൂണിറ്റിക്ക് ST കമ്മ്യൂണിറ്റിക്കൊക്കെ ഫ്രീ എന്താ ട്രാവൽ പാസ് ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അത് yes എന്ന് കൊടുക്കാം. ക്ലിയർ? ഇനി അടുത്ത എന്താ ST ആണെങ്കിലും സെയിം ആണ്, അതേപോലെയാണ് STക്ക് ഉള്ളത്. ഇനി OBC ആണെങ്കിൽ ഇതാ ഇവിടെ പറയുന്നുണ്ട് എന്താ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള OBC ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പം അതിൽ തന്നെ എന്താ OBC ക്രീമി ലെയർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. സോ എന്താ OBC ക്രീമി ലെയർ ആണെങ്കിൽ എന്താ ക്രീമി ലെയർ ആണെങ്കിൽ ഒന്നുമില്ല, എന്താ നമ്മൾ സാധാരണ അൺറിസർവ്ഡ് കാറ്റഗറീനെ പോലെ തന്നെ ആയിരിക്കും എന്താ ക്രീമി ലെയർ ആണെങ്കിൽ. ഇനി നോൺ ക്രീമി ലെയർ ആണെങ്കിൽ നമ്മൾ ഇവിടെ നോൺ ക്രീമി ലെയർ എന്ന് കൊടുത്തു. അതെന്താ ബേസ്ഡ് ഓൺ ദ ഇൻകം, മാക്സിമം ഇൻകം ലിമിറ്റ് ഈസ് കറന്റ്ലി 8 lakh per annum. ഓക്കെ, പിന്നെ നമ്മൾ ഈ OBC സർട്ടിഫിക്കറ്റ്, അതായത് NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലേ, അതിൽ ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇയർ ആയിരിക്കണം. അതായത് 1/4, അതായത് എന്താ April 1 കഴിഞ്ഞിട്ട് 2025 April 1 കഴിഞ്ഞിട്ടുള്ള NCL ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. ഇനി കൺഫ്യൂഷൻ വേണ്ട, നിങ്ങൾ എന്താ കൺഫ്യൂഷൻ ആവേണ്ട. ഈ ഫിനാൻഷ്യൽ ഇയർ, അതായത് ഏപ്രിൽ കഴിഞ്ഞിട്ടുള്ള, ഏപ്രിൽ നിന്ന് ഇങ്ങോട്ടുള്ള എന്താ
NCL ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. മാർച്ചിലുള്ള NCL ഒന്നും അപ്ലിക്കബിൾ അല്ല. പിന്നെ ഇതിന്റെ നോട്ട് ലേറ്റർ ദാൻ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ദ ഓൺലൈൻ അപ്ലിക്കേഷൻ, അതായത് ഈ ഓൺലൈൻ അപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള NCL പറ്റില്ല. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ എടുത്ത ഏപ്രിൽ 1 ശേഷം എടുത്ത NCL നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതുണ്ടെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നോക്കുക, നെയിം ഓഫ് ദ കാസ്റ്റ്, നിങ്ങൾ കാസ്റ്റ് ചെയ്താൽ അത് കൊടുക്കുക. പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ, NCL നമ്പർ ഉണ്ടല്ലോ, ആ NCL നമ്പർ ഇവിടെ കൊടുക്കുക. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് പറയുന്നത് NCL നമ്പർ കൊടുക്കുക. പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് അതോറിറ്റി അതാരാണെന്ന് കൊടുക്കുക. തഹസിൽദാർ ആണെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇഷ്യൂ ഡേറ്റും കൂടെ കൊടുക്കുക. ക്ലിയർ? ഇനി അൺറിസർവ്ഡ് ആണെങ്കിൽ ഒന്നുമില്ല, അൺറിസർവ്ഡ് കൊടുക്കാം. ക്ലിയർ? അതിനുശേഷം നമ്മുടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും കൊടുക്കണം. ക്ലിയർ? നമ്മൾ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും കൊടുക്കാം. സോ ഇവിടെ ടിക്ക് ചെയ്യുക, പ്രസന്റ് അഡ്രസ്സ് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഇവിടെ ടിക്ക് ചെയ്താൽ സെയിം ആണ് പെർമനന്റ് അഡ്രസ് എങ്കിലും അവിടെ ഓട്ടോമാറ്റിക് ആയത് അത് ഫില്ല് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ ഇത്രയും ചെയ്തു, എന്നിട്ട് നമ്മൾ സേവ് കൊടുക്കുക. സോ ഇത്രയും നമ്മൾ ചെയ്ത ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ബാക്ക് അടിച്ചാലും ഇത്രയും ചെയ്ത ഡീറ്റെയിൽസ് അവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. സേവ് ചെയ്തു, അപ്പോൾ ഇത്രയും ചെയ്ത ഡീറ്റെയിൽസ് അവിടെ സേവ് ആയില്ലേ? ഇനി നമ്മൾ നെക്സ്റ്റിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ആർ യു എക്സ് സർവീസ്മാൻ ആണോ? ആണെങ്കിൽ ആണെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഓക്കെ, പിന്നെ ആർ യു പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി. ഓക്കെ, ഡിസബിലിറ്റി PWBD ആണോ, ഡിസബിലിറ്റി ഉള്ള ആളാണോ, അത് കൊടുക്കുക. പിന്നെ ഇഫ് യുവർ റൈറ്റിംഗ് എബിലിറ്റി അഫക്റ്റഡ് ഇൻ ടേംസ് ഓഫ് പാര, അതായത് സ്ക്രൈബിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. സോ സ്ക്രൈബ് വേണമെങ്കിൽ എസ് എന്ന് കൊടുക്കുക. സോ ഇവിടെ പറയുന്നുണ്ട് സ്ക്രൈബിന്റെ ഡീറ്റെയിൽസ് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രൈബ് വേണോ എങ്കിൽ എസ് എന്നൊക്കെ കൊടുക്കുക. ഓക്കെ, സ്ക്രൈബ് വേണ്ടെങ്കിൽ, അതായത് ഇവിടെ നോ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് സ്ക്രൈബിന്റെ ആവശ്യമില്ല. സോ ആ ബോക്സ് ഒന്നും വരില്ല. ഓക്കെ, അതിനുശേഷം ആർ യു എലിജിബിൾ ടു അവൈൽ ഫ്രീ കൺസെഷൻ അണ്ടർ EBC. അപ്പോൾ ഫീ കൺസെഷൻ ആണ്, ഫ്രീ അല്ല, ഫീ കൺസെഷൻ. ആർ യു എലിജിബിൾ ടു അവൈൽ ഫീ കൺസെഷൻ, അതായത് EBC എന്ന് കൊടുത്താൽ പറഞ്ഞാൽ നിങ്ങൾ എസ് എന്ന് കൊടുത്തു. എസ് എന്ന് കൊടുത്താൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണ്. അതായത് നിങ്ങളുടെ ആനുവൽ ഫാമിലി ഇൻകം ലെസ് ദാൻ 50,000 ആണ്. ലെസ് ദാൻ 50,000 ആണെങ്കിൽ നിങ്ങൾ EBCയിൽ വരും, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സിൽ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ ഇല്ല, പക്ഷേ ഉള്ളത്? ഫീ കൺസെഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫീ കൊടുക്കണമല്ലോ, അതിൽ കൺസെഷൻ ഉണ്ട്. ക്ലിയർ? EBC ആണെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക. EBC ആണെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുക, അത് കൊടുക്കുക. സോ ആർ യു എലിജിബിൾ ടു അവൈൽ ഫീ കൺസെഷൻ അണ്ടർ EBC. എന്നിട്ട് ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ് കൊടുക്കുക, ഏതാ ഇഷ്യൂ അതോറിറ്റി കൊടുക്കുക, സർട്ടിഫിക്കറ്റ് നമ്പർ. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾ ഇത് ഫേക്ക് ആണെങ്കിൽ, അതായത് നിങ്ങൾ EBC സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണെങ്കിൽ നിങ്ങൾ അപ്ലിക്കേഷൻ അല്ല, ഫൈനൽ സ്റ്റേജിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് റിജക്റ്റ് ആവും. സോ നമ്മുടെ ഒരു 500 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ വെറുതെ അത് കൊടുക്കരുത്. നിങ്ങളാണെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, BPയിലാണെങ്കിലും കിട്ടും കേട്ടോ. അതായത് BPയിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് ചാൻസ് ഉണ്ട്. സോ അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. സോ ഈ ബോക്സ് ഒന്നും വരില്ല. പിന്നെ നമ്മൾ റെയിൽവേയിൽ എംപ്ലോയി ആണോ, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. പിന്നെന്താ നെയിം ഓഫ് കറണ്ട് ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, PSU. അപ്പോൾ ഗവൺമെന്റ് സർവീസ് മാത്രമേ കൊടുക്കാനുള്ളൂ. പ്രൈവറ്റ് സർവീസ് ആണെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക, അല്ലെങ്കിൽ ജോലി ഇല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ് ഫോർ റീഫണ്ട് ഓഫ് ഫീ. അതായത് നിങ്ങളിപ്പോൾ ഫീ അടച്ചു, പക്ഷേ ഫുൾ എമൗണ്ട് വേണ്ടല്ലോ. ഇപ്പം മെയിലാണെങ്കിൽ 500 രൂപയാണ്, 500 രൂപയിൽ 400 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അത് ഏത് അക്കൗണ്ടിലേക്കാണ് വരേണ്ടത്, ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ നമ്മളോട് ചോദിച്ചു, അക്ഷയ സെന്ററിൽ പോയാൽ അവരല്ലേ പേ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് റീഫണ്ട് കിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടെയാണ് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കേണ്ടത്. അക്ഷയ സെന്ററിന് അവർ പേ ചെയ്താലും നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുത്താൽ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ടുള്ള ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഇവിടെ എല്ലാം കൊടുക്കണം. റീഫണ്ട്, നിങ്ങളുടെ നെയിം കൊടുക്കണം, അക്കൗണ്ട് നമ്പർ കൊടുക്കണം, പിന്നെന്താ IFSC നമ്പർ കൊടുക്കണം, പിന്നെ ഏത് ബാങ്ക് ആണെന്ന് കൊടുക്കണം. ക്ലിയർ? എന്നിട്ട് വീണ്ടും നമ്മൾ സേവ് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ള കാര്യങ്ങളൊക്കെ സേവ് ആയി. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. സോ അത് കൊടുത്തില്ലേ? അതിനുശേഷം നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് കൊടുക്കേണ്ടത്. ക്ലിയർ?
എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കണം. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തായിരിക്കും, നിങ്ങളുടെ 10th ഒക്കെ SSLC ഒക്കെ സേവ് ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ എന്താ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നോക്കിയാൽ നമുക്ക് ആഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താ, ഇപ്പോൾ നിങ്ങൾ ഒരു SSLC മാത്രമാണ് നിങ്ങൾ എന്താ ഓൾറെഡി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താ ഏത് ക്വാളിഫിക്കേഷൻ, അതിന് മുന്നേ ഇവിടെ ക്വാളിഫിക്കേഷൻ കൊടുക്കുക. ക്വാളിഫിക്കേഷനിൽ ബാച്ചിലർ ഡിഗ്രി കൊടുക്കുക. സോ എന്താ ബാച്ചിലർ ഡിഗ്രി നിങ്ങൾ ഫില്ല് ചെയ്യുക, എന്നിട്ട് ആഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാച്ചിലർ ഡിഗ്രി എന്താണെന്ന് ഫില്ല് ചെയ്യുക. സോ എന്താ ഏതാണ് സബ്ജക്റ്റ് അതൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡിഗ്രീൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു ബോക്സ് നോക്കിയാൽ ഡു യു ഹാവ് ടൈപ്പിംഗ് പ്രൊഫഷൻസി. അപ്പോൾ ടൈപ്പിംഗ് പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ യെസ് എന്ന് കൊടുക്കുക. അതായത് ഇതിന് നമ്മൾ എന്താ ഡോക്യുമെന്റ് എന്താ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ യെസ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ അറിയാമല്ലോ, സാധാരണ ടൈപ്പ് ചെയ്യാൻ അറിയില്ലേ, അപ്പോൾ അവിടെ യെസ് കൊടുക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ എന്താ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ടൈപ്പ് ചെയ്യാൻ അറിയാമല്ലോ, സാധാരണ ടൈപ്പ് ചെയ്യാൻ അറിയുന്നത് യെസ് കൊടുക്കുക, എന്നിട്ട് ആഡ് കൊടുക്കുക. സോ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ? ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ NTPC എക്സാമിന് ഡിഗ്രി മതി, അപ്പോൾ നമ്മൾ ഡിഗ്രി ചെയ്ത് കഴിഞ്ഞു. വേറെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്തില്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് അടിച്ചാൽ നമുക്കിത് നോക്കിയേ, ഇവിടെ മെട്രിക്കുലേഷൻ, അതായത് സർട്ടിഫിക്കറ്റ് സീരിയൽ നമ്പർ ചെയ്യാൻ പറയും. അതായത് നിങ്ങൾ മെട്രിക്കുലേഷൻ്റെ സർട്ടിഫിക്കറ്റ് സീരിയൽ നമ്പർ ചെയ്യണം. അതായത് SSLCൻ്റെ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ നമുക്കൊരു സീരിയൽ നമ്പർ ഉണ്ടാവും. ആ നമ്പർ എന്താ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ ഇത് എടുക്കാം. എന്താ ഇവിടെ SSLC സീരിയൽ നമ്പർ നമ്മൾ ചെയ്യണം. അപ്പോൾ എവിടെയാണുള്ളത്? നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലുള്ള സീരിയൽ നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ സബ്മിറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് കൊടുത്താൽ നമുക്കിത് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് എന്താ വരുന്നത്? ഇനി നമ്മൾ എന്താ അപ്ലോഡ് നമ്മളെ ഫോട്ടോ, നമ്മളെ പ്രൊഫൈൽ ഡോക്യുമെന്റ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താ, നമ്മുടെ ആപ്ലിക്കന്റ് കളർ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെന്താ നമ്മളെ കയ്യിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ല കൊടുക്കേണ്ടത്, നമ്മൾ ലൈവ് ക്യാപ്ചർ ചെയ്യണം, ലൈവായിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യണം. അപ്പം അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് വേണമെങ്കിൽ ചെയ്യാം. അതായത് ലൈവ് ക്യാപ്ചർ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ ലാപ്പിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നമ്മുടെ ഫോൺ യൂസ് ചെയ്ത്, മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? അതായത് നമ്മുടെ ക്യാപ്ചർ ലൈവ് ഇമേജ് ഫ്രം മൊബൈൽ, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സ്പെസിഫിക്കേഷൻ നിങ്ങൾ വായിച്ചു നോക്കണം. എന്താ നോൺ വൈറ്റ് ക്ലോത്ത് ആയിരിക്കണം, ഡാർക്ക് കളർ, എന്താ ഡാർക്ക് കളറായ നല്ലത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കാം, എന്നിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ നോക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ ലൈവ് ക്യാപ്ചർ ഇമേജ് ഫ്രം മൊബൈലിന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു QR കോഡ് വരും. ആ QR കോഡ് എന്ത് ചെയ്യാം, നമ്മൾ നമ്മുടെ ഫോൺ എടുത്തിട്ട് നമ്മൾ സ്കാൻ ചെയ്യാം. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മളിത് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന അതേ സൈറ്റിലേക്ക് വരും. ഇനി നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്ത പോലെ തന്നെ ലോഗിൻ ചെയ്യുക. സോ ഐ ആം നോട്ട് എ റോബോട്ട് ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ചെയ്യുക. സോ നമ്മൾ നേരത്തെ വന്ന പോലെ തന്നെ ഒരു വിൻഡോയിലേക്ക് വന്നു. ഇവിടെ നമ്മൾ ലൈവ് ക്യാപ്ചർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയേ, യു ആർ അലൗഡ് ടു ക്യാപ്ചർ ഓൺലി 3 times വിത്തിൻ 5 minutes. അപ്പോൾ 5 മിനിറ്റിൽ നമുക്ക് എന്താ 3 പ്രാവശ്യം നമുക്കിത് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ നമ്മൾ നോക്കുക, എന്താ നമ്മുടെ ഒന്ന് കണ്ണൊക്കെ ഒന്ന് ബ്ലിങ്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ കറക്റ്റായ എന്താ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുക, നമ്മളെ ഡ്രസ്സ് ഒരു ഡാർക്ക് ആക്കുക, എന്നിട്ട് നമ്മൾ ഇമേജ് അവിടെ വരുമ്പോൾ നമ്മൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ? അപ്പോൾ എന്താ ഒരു 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ആയില്ലെങ്കിൽ പിന്നെ എന്താ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ചെയ്യാം. അപ്പോൾ 5 മിനിറ്റിൽ നമുക്ക് 3 പ്രാവശ്യം നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? എന്നിട്ട് നമ്മളിവിടെ എന്താ കൊടുക്കാം, നമ്മളിവിടെ യെസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വായിച്ചു നോക്കുക, എന്നിട്ട് യെസ് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ സേവ് കൊടുക്കുക. സോ നമ്മളെ ഫോട്ടോ ഇതിൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും നമ്മളെ ലാപ്പിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട്, അതായത് ലൈവ് ഫോട്ടോ എടുത്ത് നമ്മൾ സേവ് കൊടുത്ത ഉടനെ നമുക്ക് എന്താ നമ്മുടെ സ്ക്രീനിൽ, നമ്മുടെ ലാപ്പിൽ നമുക്ക് ഫോട്ടോ കാണില്ല. നമ്മൾ നമ്മുടെ സൈനും കൂടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സൈൻ അപ്ലോഡ് ചെയ്യാൻ എന്താ ഇവിടെ ചൂസ് ചെയ്യുക, അതായത് ബ്രൗസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നിങ്ങൾ ഓൾറെഡി സൈനിൻ്റെ ഇതൊക്കെ ചെയ്ത് വെക്കുക. അതായത് ഇവിടെ നോക്കിയാൽ വായിച്ചു നോക്കിയാൽ എങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വേണ്ടത്. നമ്മൾ സൈസൊക്കെ കറക്റ്റായി വെക്കണം. എന്താ 50 mm × 20 mm, അതായത് എന്താ JPG ഫോമാറ്റിലായിരിക്കണം. പിന്നെന്താ അതിൻ്റെ പിക്സലൊക്കെ കറക്റ്റ് ആയിരിക്കണം.
ക്ലിയർ? അപ്പൊ നമ്മുടെ സൈൻ ഇടുമ്പോഴും നിങ്ങൾ കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടി എന്താ കുറച്ച് ചെറുതായിട്ട് സൈൻ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നാൽ ചിലപ്പോൾ എന്താ സൈൻ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, റിജക്റ്റ് ആവും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ സൈൻ ഇടുക. ആ കുട്ടി എന്താ ചെയ്തത്, സൈൻ കുറച്ച് ചെറുതായിട്ടാണ് ഇട്ടിട്ടുണ്ടായത്. ക്ലിയർ? അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്തു, കുറച്ച് വലുതായിട്ട് സൈൻ ഇട്ടു. കറക്റ്റ് സൈൻ നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഇട്ടു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇട്ട സൈൻ എന്താ അപ്ലോഡ് ആവുന്നില്ലെങ്കിൽ, നിങ്ങളുടെ എന്താ സൈസ് ഒക്കെ കറക്റ്റ് ആണ്, പക്ഷേ സൈൻ അപ്ലോഡ് ആവുന്നില്ല എന്തെങ്കിലും അവർ പ്രോബ്ലം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ കുറച്ച് വലുതായിട്ട് ഇടുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി സൈൻ എടുത്തു വെച്ചു. അത് എന്താ നമ്മുടെ ഈ സൈസിലൊക്കെ ആക്കി അതിൻ്റെ ഫോട്ടോ സൈസ്, അതായത് JPG ഫോമാറ്റിലാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. ഇനി ബ്രൗസ് ചെയ്യാം. ഓക്കെ, ബ്രൗസ് ചെയ്തിട്ട് ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രൗസ് ചെയ്യുക, എന്നിട്ട് സൈൻ എടുക്കുക. അപ്പോൾ സൈൻ നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം കറക്റ്റ് ഈ ബോക്സിന്റെ അകത്ത് സൈൻ വരുന്ന രീതിയിൽ ആക്കി വെക്കുക. ഓക്കെ, കറക്റ്റ് ബോക്സിന്റെ അകത്ത് സൈൻ വരുന്ന രീതിയിൽ നമ്മൾ ആക്കി വെക്കുക. എന്നിട്ട് എന്താ ടിക്ക് കൊടുക്കുക. ക്ലിയർ? അപ്പോൾ നമ്മുടെ സൈൻ ഇവിടെ വന്നിട്ടുണ്ടാവും. സൈൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യാം, ഐ ഹാവ് അപ്ലോഡഡ് മൈ ഓൺ സിഗ്നേച്ചർ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഫോട്ടോ ഇവിടെ വന്നിട്ടില്ല, നിങ്ങൾ നോക്കണം, ടെൻഷൻ ആവരുത്, ഫോട്ടോ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, സൈൻ നമ്മൾ അപ്ലോഡ് ചെയ്തു, സൈൻ വന്നിട്ടുണ്ട്. ഫോട്ടോ നമ്മൾ ഫോണിൽ എടുത്തത്, അത് ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ ഫോണിൽ സേവ് ചെയ്യാൻ മറക്കരുത്, സേവ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. സേവ് കൊടുത്തു. ഓക്കെ, ഇപ്പം നമ്മുടെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സേവ് കൊടുത്തതിന് ശേഷം, അതായത് നമ്മുടെ ലാപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ സേവ് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഇമേജ് ഇവിടെ വരൂ. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇമേജ് വന്നിട്ടുണ്ടല്ലോ, എൻ്റെ ഇമേജ് ഇവിടെ കാണുന്നുണ്ട്. അടുത്തത് നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കുക. സോ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പോസ്റ്റിന്റെ പ്രിഫറൻസ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഏത് RRB ആണോ സെലക്ട് ചെയ്ത് അവിടെയുള്ള പോസ്റ്റിന്റെ പ്രിഫറൻസ് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ രണ്ട് ബോക്സ് കാണും. ഫസ്റ്റത്തെ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതായത് ഇവിടെ കാണുന്ന ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ പ്രിഫറൻസ് അനുസരിച്ച് ഇവിടെ അറേഞ്ച് ചെയ്യും. അപ്പോൾ ആദ്യം നിങ്ങൾ ഏതാ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കാം. നിങ്ങൾക്ക് സ്റ്റേഷൻ മാസ്റ്റർ ആണോ, അതല്ല നിങ്ങൾക്ക് എന്താ ഇപ്പോൾ ഒരു ഡേ ടൈമിലുള്ള ഡ്യൂട്ടി ആണോ, ശനിയും ഞായറും ലീവ് വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻസ് കം ടൈപ്പിസ്റ്റ് അതൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് ജോബാണ് വേണ്ടത് അതിൻ്റെ പ്രിഫറൻസ് കൊടുക്കാം. സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിൽ ആദ്യം സ്റ്റേഷൻ മാസ്റ്റർ കൊടുക്കുക, അതിന് കഴിഞ്ഞിട്ട് ഇത് വേണമെങ്കിൽ ഇത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്താ നിങ്ങൾ ഓർഡർ അനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പോസ്റ്റ് അനാലിസിസ് ഉണ്ട്, ആ വീഡിയോ കാണുക. ക്ലിയർ? അതിനുശേഷം ഇത് കാണാം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കറക്റ്റായി കൊടുക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ആദ്യം സെലക്ട് ചെയ്യാം, അങ്ങനെ ആ ഓർഡറിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ എല്ലാം നമ്മുടെ റൈറ്റ് സൈഡിൽ അറേഞ്ച് ആയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മളതാ ഐ ഹാവ് എക്സസൈസ്ഡ് ആൻഡ് ചെക്ക്ഡ് മൈ ഓർഡർ ഓഫ് പോസ്റ്റ് പ്രിഫറൻസ്, അത് ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഡിക്ലറേഷൻ ഉണ്ട്, അത് വായിച്ചു നോക്കുക. എന്നിട്ട് അവിടെ ബോക്സിലും ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ പ്ലേസ് എഴുതുക. ഓക്കെ, നിങ്ങളുടെ പ്ലേസ് ഇവിടെ കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ സൈനൊക്കെ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് സേവ് കൊടുക്കുക. എന്നിട്ട് പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. സോ നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണും. നിങ്ങൾ അത് വായിച്ചു നോക്കുക, കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഐ ഹാവ് റീചെക്ക് ദ എബോ ഡീറ്റെയിൽസ് ആൻഡ് ഫൗണ്ട് കറക്റ്റ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളെ പ്രിഫറൻസ് കൊടുത്തേക്ക് ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്താ റീചെക്ക് ചെയ്തെന്നുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ക്ലിയർ? സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ആപ്ലിക്കേഷൻ വിൽ നോട്ട് ബി ഏബിൾ ടു മേക്ക് എനി കറക്ഷൻ ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആഫ്റ്റർ സബ്മിഷൻ. ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്താ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കറക്ഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താ മോഡിഫിക്കേഷൻ വിൻഡോ ആ സമയത്ത് നിങ്ങൾക്ക് എന്താ കറക്റ്റ് ചെയ്യാം, പക്ഷെ OTRലൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം മിസ്റ്റേക്ക് വരാണ്ട് ഇരിക്കാൻ നോക്കുക. മറ്റേ എന്താ മോഡിഫിക്കേഷൻ വിൻഡോയുടെ സമയത്ത് നിങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ കറക്റ്റായി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, സബ്മിറ്റ് കൊടുക്കുക. ക്ലിയർ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ പേയ്മെന്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയാണ്, ഇപ്പോൾ 500 രൂപയാണ് നോർമൽ എന്താ ആൾക്കാർക്ക്, അതായത് റിസർവേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക്, അതായത് എന്താ പേയ്മെന്റിൽ ഫീല് റിസർവേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് 500 രൂപ പേ ചെയ്യണം. ക്ലിയർ? അപ്പോൾ പേ വിത്ത് എന്താ ഇവിടെ കൊടുക്കുക. സോ എന്താ നമുക്ക് ഐ അഗ്രി ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രൊസീഡ് കൊടുക്കാം. ക്ലിയർ? അതിനുശേഷം നമ്മൾ ഏത് മെത്തേഡിലാണ് പേയ്മെന്റ് ചെയ്യുന്നതെന്ന് നോക്കുക. UPI ആണെങ്കിൽ അത് കൊടുക്കുക. ഇവിടെ എന്താ UPI QR ആണെങ്കിൽ ഓക്കെ അത് ടിക്ക് ചെയ്യുക, എന്നിട്ട് പേ നൗ കൊടുക്കുക. ക്ലിയർ? സോ നമുക്ക് എന്താ നമ്മുടെ UPI
ID ഉപയോഗിച്ച്, അതായത് നമ്മൾ ജി പേ എന്താണ് അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ അത് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാം. സോ പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കിയേ പേയ്മെന്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താ പേയ്മെന്റ് കറക്റ്റ് ആയി. നിങ്ങൾക്ക് വേണമെങ്കിൽ പേയ്മെന്റിന്റെ പ്രിന്റ് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ബാക്ക് ക്ലിക്ക് ചെയ്യാം. സോ നിങ്ങളുടെ ഇവിടെ നോക്കിയേ, നിങ്ങളുടെ എന്താ ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയിൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്തായി ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി എന്താ എന്തെങ്കിലും തെറ്റ് വന്നാൽ നമുക്ക് മോഡിഫിക്കേഷൻ വിൻഡോന്റെ ആ സമയത്ത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ഒരു തെറ്റും കൂടാണ്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നല്ല കൃത്യമായി പഠിച്ചു തുടങ്ങാം.